ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ ഇരുന്നിൻ്റെ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൽ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ വെച്ചിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല വാട്ടിയിട്ട് മൂടിയിട്ടിട്ട് അതിന് മൂടി തുറന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ടെടുത്തിട്ടോ. പിന്നെ നല്ലോണം ഇളക്കി ഉപ്പിട്ടിട്ട് നല്ല ഇളക്കി കൊടുത്തിട്ടോ. പിന്നെ വൃത്തിയാക്കി വെച്ച് എരുന്നുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വൃത്തിയാക്കണം കേട്ടോ. പിന്നെ മല്ലി, മുളക്, ഉപ്പ് ഇതെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. മസാലകളൊക്കെ അതിലേക്ക് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. ഈ എരുന്ത് നമ്മൾ നല്ലോണം വൃത്തിയാക്കണം കേട്ടോ. ചിലർക്ക് ഛർദി, വയറുവേദന അങ്ങനെയൊക്കെ വരും. അപ്പോൾ നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടോ. ഒന്ന് വേഗണ്ട, നല്ലോണം വേഗണ്ട. എന്തെങ്കിലും കുട്ടികൾക്ക് വയറുവേദന, ഛർദി കുട്ടികൾക്ക് നല്ല വലിയവർക്കൊക്കെ വരും. അപ്പം ഞാനൊന്ന് മൂടിയിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് തീയൊന്ന് സിമ്മിലിട്ട് തീയൊന്ന് കുറച്ചെടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ബബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ടില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ടോ. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കാട്ടൊക്കെ നല്ലോണം കഴുകണം കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കണം. അല്ല വയറുവേദന എടുക്കാനും ഛർദി വരാനൊക്കെ നല്ല ഛർദി വരാം. അപ്പം എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം വേവിക്കണം. ആ കാട്ടം വെച്ചിട്ടൊന്നും ഇതാക്കരുത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ.